ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. കുറച്ച് കാലമായിട്ട് ഹ്യുണ്ടായുടെ ഒരു പുതിയ എസ് യു വി ആണ് നമ്മുടെ ഇൻ്റർനെറ്റ് മൊത്തം ഇങ്ങനെ സർഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇവരുടെ ഒരു പുതിയ ഇലക്ട്രിക് വണ്ടി വരുന്നതിനെ പറ്റി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ വെന്യൂ ഫേസ് ലിഫ്റ്റ് ഇപ്പോൾ ഓൾറെഡി വന്നു. വെന്യൂവിൻ്റെ ഒരു ഇലക്ട്രിക് മോഡൽ വരുന്നതിനെ പറ്റി കുറച്ച് കാലം മുന്നേ കഴിഞ്ഞ വർഷം റൂമേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ എക്സ്റ്ററിൻ്റെ പുതിയ അപ്ഡേറ്റ് വരുന്നതിനെ പറ്റിയൊക്കെ റൂമേഴ്സ് ഉണ്ടായിരുന്നു. എന്തായാലും ഇത്രയൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവരുടെ ഈ പുതിയ എസ് യു വിയുടെ ടെസ്റ്റിങ്ങും കൂടി ഇവിടെ തുടങ്ങിയത്. ഇനീഷ്യലി വണ്ടി ആദ്യം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇലക്ട്രിക് ആണോ അല്ലെന്നൊന്നും കൺഫേം ആയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന സ്പൈ ഷോട്ട്സിലും അതുപോലെ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു ഫ്രണ്ടും ഈ വണ്ടി സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാ ഇമേജാണ് പുള്ളി എടുത്താണ്. സോ ഇതിൻ്റെ അകത്തും ഈ വണ്ടി ഒരു ചാർജിങ് സ്റ്റേഷനിൽ ചാർജ് ചെയ്യുന്ന ഫോട്ടോസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇലക്ട്രിക് വണ്ടിയാണ് എന്നുള്ള കാര്യം എന്തായാലും ഉറപ്പിക്കാം. ആൻഡ് കൈൻഡ് ഓഫ് ഒരു വെന്യൂ പോലത്തെ ഒരു പുതിയ ഡിസൈൻ, അതായത് ബാക്കൊക്കെ നോക്കുകയാണെങ്കിൽ സ്പോയിലറിൻ്റെ ഡിസൈനൊക്കെ ഏകദേശം നമ്മുടെ വെന്യൂ പോലൊക്കെ തന്നെയാണ് ഉള്ളത്. പക്ഷേ വെന്യൂ ഇലക്ട്രിക് ആണോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി അല്ല. അവരിപ്പോൾ ക്രെറ്റ ഇലക്ട്രിക് ഭയങ്കര ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള മൂവ് ആയിരുന്നു എടുത്ത്. ക്രെറ്റ ബേസ്ഡ് ആയിട്ടുള്ളത്, ക്രെറ്റ അത്യാവശ്യം പോപ്പുലർ ആണല്ലോ. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് അത് തന്നെ ബേസ് ചെയ്ത് അതിൻ്റെ തന്നെ പേരിൽ ഇലക്ട്രിക് ഇറക്കിക്കൂടാ എന്ന് വിചാരിച്ച് അതിൻ്റെ അതേ പ്ലാറ്റ്ഫോമിൽ വലിയ മോഡിഫിക്കേഷൻ ഒന്നും വരുത്താതെ മറ്റേ സ്കേറ്റ് ബോർഡ് ആർക്കിടെക്ചറിലോട്ടൊന്നും പോകാതെ അവർ നോർമലായിട്ടാണ് ആ വണ്ടി ഇറക്കിയത്. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. കുറച്ചും കൂടെ ഒരു മോഡേൺ ആയിട്ടുള്ള ടെക്കും അതുപോലെ കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ് അവർ ഈ വണ്ടിയുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. ഈ സെയിം വണ്ടി തന്നെ ഇപ്പോൾ അങ്ങ് സൗത്ത് കൊറിയയിലും, അതായത് ഇവിടെയാണ് ഇന്ത്യയിലാണ് ആദ്യം ടെസ്റ്റിംഗ് സ്പോട്ട് ചെയ്യപ്പെട്ടത്. അതിനുശേഷമാണ് ഈ വണ്ടി ഇപ്പോൾ സൗത്ത് കൊറിയയിലുള്ള ടെസ്റ്റിംഗ് ഇമേജ് വന്നിരിക്കുന്നത്. സാധാരണ എപ്പോഴും നേരെ തിരിച്ചാണ് സംഭവിക്കാറുള്ളത്. അവിടെ സൗത്ത് കൊറിയയിൽ ആദ്യം ടെസ്റ്റിംഗ് തുടങ്ങും, പിന്നെ ഇന്ത്യയിൽ തുടങ്ങാറുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം തിരിച്ച് സംഭവിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സ്പെക്കുലേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ബാക്കി പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള പരിപാടിയാണെന്നാണ്. സോ ഈ വണ്ടിയായിരിക്കും ഈ വാഹനത്തിൻ്റെ ഗ്ലോബൽ പ്രൊഡക്ഷൻ ഹബ്ബ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതായത് ഈ വണ്ടി ഗ്ലോബൽ പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ്സ് എല്ലാം മീറ്റ് ചെയ്തിട്ടായിരിക്കും അവർ അതിനർത്ഥം ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇത് ഇലക്ട്രിക് വണ്ടി എന്ന് പറയുമ്പം വേണമെങ്കിൽ ഹ്യുണ്ടായുടെ അയണിക് 1 അയണിക് 2 അങ്ങനെ എന്തെങ്കിലുള്ളൊരു വാഹനമായിട്ടും ഇറക്കിക്കൂടായിക്കൊന്നുമില്ല. അവർ ഇനീഷ്യലി പറഞ്ഞിരുന്നത് ഇന്ത്യക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് വാഹനം ഇറക്കുന്നു എന്നായിരുന്നു. അതിനകത്ത് വെന്യൂവിൻ്റെ ബേസിസോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ സപ്പോമീറ്റർ ആയിരിക്കും എന്നുള്ള കാര്യം കൺഫേം ആണ്. ഇപ്പോൾ ഈ വണ്ടി കണ്ടാലും നമുക്കറിയാം കറക്റ്റ് 4 മീറ്ററിനകത്തായിട്ട് നിൽക്കുന്ന ഒരു വണ്ടി തന്നെയാണ്. ഫ്രണ്ട് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹ്യുണ്ടായുടെ ഇലക്ട്രിക് വാഹനങ്ങൾ കാണാൻ പറ്റുന്നവർ ഇപ്പോഴത്തെ അവരുടെ ചില പുതിയ വണ്ടികളാണെങ്കിൽ നമുക്ക് 4 ഡോട്ട് കാണാൻ പറ്റും. അത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ DRLs ആണെങ്കിൽ നമുക്ക് ടോപ്പ് പോർഷനിൽ ഇവരുടെ അയണിക് സീരീസിൽ വരുന്ന ഇലക്ട്രിക് വണ്ടികൾ സിഗ്നിഫൈ ചെയ്യുന്ന പോലെ ഡോട്ടഡ് പാറ്റേൺസിൽ അല്ലെങ്കിൽ പണ്ടത്തെ അവരുടെ റെട്രോ ക്യൂബ് ബോക്സ് പോലത്തെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ നമ്മൾ താഴത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ ഹെഡ് ലാമ്പ്സ് വരുന്നതെല്ലാം അവിടെയാണ്. അത് കുറച്ചധികം താഴത്തേക്കാണ് വന്നിരിക്കുന്നത്. സാധാരണ ഇത്തിരി കൂടെ മുകളിലായിരുന്നു ഇതിൻ്റെ. പക്ഷേ ബമ്പറിൻ്റെ ഏറ്റവും എൻഡിലത്തെ പോർഷനിലായിട്ടാണ് അവരത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് എഡാസ് ഒക്കെ ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട്. അതൊക്കെ ഡെഫിനറ്റ്ലി പുറത്തേക്കും കൂടെ പോകേണ്ട വണ്ടി ആയതുകൊണ്ട് അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് തന്നെ ഫ്രണ്ട് ലുക്ക് വരുന്നത്. ഭയങ്കര സിമ്പിൾ ആൻഡ് പ്ലെയിൻ ആയിട്ടുള്ള ലുക്കാണ്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കിയിട്ടില്ല. ഇനി ഈവൻ സൈഡ് ഡിസൈൻ ആണെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് ഭയങ്കര ബോക്സി ആയിട്ടുള്ള ഇപ്പോഴത്തെ വണ്ടികളൊക്കെ കാണാൻ പറ്റുന്ന പോലത്തെ ഒരു പ്രൊപ്പോർഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്രെറ്റ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കേർവി ആയിട്ടുള്ള വണ്ടിയാണ്. ഇനിയിപ്പോൾ ജനറേഷൻ 2027 മാറും. അപ്പോൾ അതും കൈൻഡ് ഓഫ് ബോക്സി ഡിസൈനിലേക്ക് പോകും. ഹ്യുണ്ടായുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന സാന്റാഫെ നോക്കുകയാണെങ്കിൽ ഓർ ഈവൻ മിക്ക പുതിയ വണ്ടികളും അവർ ഒരു ബോക്സി പാറ്റേൺ ആണ് പിടിച്ചിരിക്കുന്നത്. അത് ഹ്യുണ്ടായി മാത്രമല്ല, പൊതുവെ ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ മാനുഫാക്ചറേഴ്സും ബോക്സി ടൈപ്പ് ഡിസൈൻ ഫിലോസഫിയാണ് അവരുടെ SUV വണ്ടികളിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ ടാറ്റയുടെ സിയാറ നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അത് ഇന്ത്യൻ എക്സാമ്പിൾ പറഞ്ഞാൽ പുറത്തും ഏകദേശം ഇതുപോലൊക്കെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി ഇതിൻ്റെ ORVMസിൻ്റെ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ അത് അത്യാവശ്യം സ്റ്റൈലിഷ് ആണ്. ഇതിനകത്ത് നമുക്ക് ആ C ഷേപ്പ് പോലത്തെ ഒരു ഇൻഡിക്കേറ്റേഴ്സിന് സെറ്റപ്പൊക്കെ ആയിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല വീതിയുള്ള ORVMs ആണ് കൊടുത്തിരിക്കുന്നത്. അലോയ്സ് ഇപ്പോൾ ഈ വണ്ടിയിൽ ടെസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ആദ്യം കാണിച്ച ഇമേജസിലും സൗത്ത് കൊറിയൻ ഇമേജസിലും വണ്ടിയുടെ അലോയ്സ് സെയിം ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 17 ഇഞ്ചിനടുത്ത് ഈ വണ്ടിയിൽ അലോയ്സിൻ്റെ സൈസ് പ്രതീക്ഷിക്കാം. ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ആണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റൂഫ് റെയിൽസും അവർ കൊടുത്തിട്ടുണ്ട്. സ്പോയിലറിൻ്റെ ഡിസൈൻ നമ്മൾ ഏകദേശം പുതിയ വെന്യൂലൊക്കെ കണ്ട പോലെയാണ്. പക്ഷേ അത് മിക്കവാറും അവരുടെ ഒരു സിഗ്നേച്ചർ ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ വണ്ടികളും വരില്ലല്ലോ. പിന്നെ ഷാർക്ക് ഫാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈവൻ റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിലും നമുക്ക് ആ ഒരു ഹ്യുണ്ടായുടെ ഡോട്ടഡ് പാറ്റേണിലുള്ള ഓർ മറ്റേ സ്ട്രൈപ്സ് പോലെ വിട്ട് നിൽക്കുന്ന ലൈറ്റിംഗ് സെറ്റപ്പാണ് വരുന്നത്. അത് ടെയിൽ ലാംപ്സ് കണക്റ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നടുവിൽ ലൈറ്റ് കത്തുന്നില്ല. അതിന് ഒരു ബ്ലാക്ക് എലമെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. അഗെയിൻ ഇതിൻ്റെ റിയറും ഭയങ്കര ബേസിക് ആണോ ഭയങ്കര പ്ലെയിൻ ആണെന്ന് പറയാം. ഒരുപാട് സാധനങ്ങളൊന്നും ഇങ്ങനെ ആഡ് ചെയ്തായിട്ട് ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടില്ല. പിന്നെ ഇതിനകത്ത് റിയർ ഹിഡൻ വൈപ്പേഴ്സ് ആയിരിക്കും മിക്കവാറും വരുന്നത്. ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിയിൽ ഏതായാലും വൈപ്പേഴ്സ് ഇല്ല. ഇനി വൈപ്പേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അത് കാണുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് 2 പോസിബിലിറ്റി ആണുള്ളത്. ഒന്നെങ്കിൽ ഹിഡൻ വൈപ്പേഴ്സ് കൊടുക്കുക, അല്ലെങ്കിൽ വൈപ്പേഴ്സ് ഇത് ബേസ് മോഡൽ ആയതുകൊണ്ട് കൊടുക്കാതിരിക്കുക. അവരിപ്പോൾ ഇന്ത്യയിൽ ചില സ്ഥലങ്ങളിൽ ടെസ്റ്റ് ചെയ്യുന്ന വണ്ടികളിൽ അലോയ്സും വരുന്നില്ലല്ലോ. അതുകൊണ്ട് ടോപ്പ് ആൻഡ് ട്രിംസും ടെസ്റ്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ബാക്കി നോക്കുമ്പോൾ എന്തായാലും നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോഴും സൈഡിൽ നോക്കുമ്പോഴുള്ള ഒരു ബോക്സി പ്രൊപ്പോർഷൻ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ക ഒരു ബോക്സാണ് ഈ വണ്ടി കാണുമ്പം. ആൻഡ് ഇതിന് ഹൈ മോഡഡ് സ്റ്റോപ്പ് ലാമ്പ് ആണെങ്കിലും ഭയങ്കര ചെറുതാണ്. അതും ഒരു ബോക്സ് പോലെയൊക്കെ തന്നെയാണ് ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എനിവേ ഇതാണ് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ബാക്കി ഇതിൻ്റെ സ്പെക്സ് പറയാനാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു സാധനങ്ങളും ഒഫീഷ്യലി നമുക്കിപ്പം അറിയില്ല.
ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ ഇമേജസ് ഒന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിലും ടെസ്റ്റിംഗ് ഇമേജസിൽ നിന്ന് കുറച്ച് പേര് സ്പോട്ട് ചെയ്തതനുസരിച്ച് 10 ഇഞ്ചസിൻ്റെ അടുത്ത സൈസുള്ള ഇൻഫോടൈം സിസ്റ്റം, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, അതൊരു കണക്റ്റഡ് യൂണിറ്റ് ആയിട്ട് വരുന്ന പോലെ, അതുപോലെ 360 ഡിഗ്രി ക്യാമറ, അഡാസ്, സൺറൂഫ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഓൾറെഡി അവൈലബിൾ ആണ്. പിന്നെ അതിന് പുറമെ പവർട്ടൺ ഓപ്ഷൻസ് നമുക്കറിയാം ഇലക്ട്രിക് ആയിരിക്കും. പിന്നെ നമ്മുടെ കിയയുടെ EV2 പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയിട്ട് വരുന്ന ഹ്യുണ്ടായുടെ വേർഷനായിട്ടും പറയപ്പെടുന്നുണ്ട്. അതിൽ എത്രമാത്രം ഇതുണ്ടെന്ന് നമുക്കറിയില്ല, അതായത് ജെന്യൂനിറ്റി ഉണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും ഇവിടെ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. EV2 ഇവിടെ അല്ല പ്രൊഡക്ഷൻ വരുന്നത്, അത് പുറത്ത് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവിടെ തന്നെ ഉണ്ടാക്കിയേ വിൽക്കുകയുള്ളൂ, ഇങ്ങോട്ട് കൊണ്ടുവരില്ലോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ വണ്ടി ഇവിടെ വിൽക്കുന്നതുകൊണ്ട് തന്നെ ഹ്യുണ്ടായി പറയുന്ന അവരുടെ 2030 വിഷൻ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് കുറച്ചധികം വണ്ടികൾ അവർ ഇവിടേക്ക് ഇറക്കുന്നതിനെ പറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അനൗൺസ് ചെയ്തൊരു വണ്ടിയാണിത്. പക്ഷേ അഗൈൻ വീണ്ടും പറയുന്നു, ക്രെറ്റ ഇലക്ട്രിക്കൽ കാണിച്ച പോലെ ഒരു ഹാഫ് ഹാർട്ടഡ് എഫേർട്ട് അല്ല, മൊത്തത്തിൽ ഒരു ഫുൾ ബ്ലോൺ ഇലക്ട്രിക് വാഹനം എന്താണോ അത് തന്നെയാണ് ഈ വണ്ടിയിലൂടെ അവർ ഓഫർ ചെയ്യുന്നത്. മിക്കവാറും അയണിക് സീരീസിന് അണ്ടറിൽ തന്നെ ആയിരിക്കും ഇതിന് പേരും വരുന്നത്. കാരണം അപ്പോൾ കുറച്ചും കൂടെ ഒരു ഐക്യാച്ചി ആവും ആൾക്കാർക്ക്. ഇപ്പോൾ അയണിക് 5 എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് നമുക്കറിയാം. പിന്നെ കിയയുടെ EV9 ഇവിടെ വരുന്നുണ്ട്, അതിന് നല്ല വിലയാണ്, ഏകദേശം 1.25 കോടി രൂപയുടെ അടുത്തൊക്കെ പോകും. ഈവൻ EV6 ആണെങ്കിൽ പോലും അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അയണിക് 5 ഏകദേശം 45 ലക്ഷം രൂപയുടെ അടുത്ത് എക്സ്ഷോറൂം പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലിരിക്കുമ്പം നമ്മുടെ ഈ വണ്ടികളുടെയൊക്കെ സെയിം പേരിൽ അതേ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡൗൺഗ്രേഡ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് EV പ്ലാറ്റ്ഫോമിൽ തന്നെ ഹ്യുണ്ടായി ഒരു ചെറിയ വണ്ടിയും കൂടെ ഇറക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സക്സസ് ആവാനുള്ള റേറ്റ് വളരെ കൂടുതലാണ്, സക്സസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആൻഡ് ഈ വണ്ടി നമ്മുടെ ഇനി വരാൻ പോകുന്ന സിറോസ് EVയുടെ ബേസിസിലായിരിക്കും വരുന്നത് എന്നും വേറൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. കിയ സത്യം പറഞ്ഞാൽ സിറോസ് ഇലക്ട്രിക് ആക്കി ഇറക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അതിനിടയ്ക്ക് എന്തുകൊണ്ടാണ് അവർ കഴിഞ്ഞ വർഷം ആദ്യം തന്നെ ഈ വണ്ടി ആസച്ച് പെട്രോൾ ഡീസലിൽ ഇറക്കിയത് എന്നറിയില്ല. ഒറിജിനലി ഇലക്ട്രിക് ആവാൻ വേണ്ടിയായിരുന്നു ഡിസൈൻ ചെയ്തിരുന്നത്, അതുകൊണ്ടാണ് അത്ര ഭയങ്കര റാഡിക്കലായിട്ടുള്ള ഡിസൈനൊക്കെ വന്ന്. പിന്നെ ഭയങ്കര ബോക്സി പ്രൊപ്പോർഷൻസ് ആണല്ലോ വണ്ടിയുടെ, ഏകദേശം സിമിലർ ആയിട്ടുള്ള ബോക്സി പ്രൊപ്പോർഷൻസ് തന്നെയാണ് ഈ വണ്ടിയും ഹോൾഡ് ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ചീപ്പർ സ്മോളർ ഇലക്ട്രിക് വാഹനത്തിൻ്റെയൊക്കെ ഡിമാൻഡ് അത്യാവശ്യം നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അതായത് ആൾക്കാർ വാല്യൂ നോക്കിയാണ് ഇലക്ട്രിക് വണ്ടികൾ വാങ്ങുന്നത്. ഇവരിപ്പോൾ ഈ വണ്ടി ഏകദേശം ഒരു 50 കിലോവാട്ട് അവർ അടുത്ത് അല്ലെങ്കിൽ ഒരു 60 കിലോവാട്ട് അവറിന് അടുത്തൊക്കെ ആയിട്ട് ബാറ്ററി പാക്ക് വെച്ച് ഇറക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല ഹിറ്റാവും. ക്രെറ്റ EVയുടെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ അതിൻ്റെ അകത്തുള്ള ഹാർഡ്വെയർ അത്ര നല്ലതല്ലായിരുന്നു. ഈവൻ സോഫ്റ്റ്വെയർ ആണെങ്കിൽ സോഫ്റ്റ്വെയർ പിന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, പക്ഷേ ബാറ്ററി പാക്ക് ചെറുതാണ്, 51.4 കിലോവാട്ട് അവറേ ഉള്ളൂ. അതിൻ്റെ എഫിഷ്യൻസി ഗംഭീരമാണ്, നമുക്ക് അത്യാവശ്യം നല്ലൊരു എഫിഷ്യൻസി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് 400 കിലോമീറ്റേഴ്സിന് അടുത്തൊക്കെ ആ ചെറിയ ബാറ്ററിയിൽ നിന്ന് തന്നെ റേഞ്ച് കിട്ടുന്നുണ്ട് മാക്സിമം. പക്ഷേ ബാക്കി ആസ്പെക്ട്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ പ്രൈസൊക്കെ ഓൺ റോഡ് 28 ലാക്സിന് മുകളിൽ പോകുന്നുണ്ട്. ആ സെയിം പ്രൈസിലാണ് നമുക്ക് മഹീന്ദ്രയുടെ റാഡിക്കലി ഡിസൈൻഡ് ആയിട്ടുള്ള B6ഉം അതുപോലെ ടാറ്റയുടെ പുതിയ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഹാരിയർ EVയും പിന്നെ ഇനി വരാൻ പോകുന്ന CR EV ഒക്കെ ഏകദേശം ആ ഒരു പ്രൈസ് പോയിന്റിലൊക്കെ തന്നെ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ആ ഒരു മിസ്റ്റേക്ക് അവർ ഈ വണ്ടിയുടെ കാര്യത്തിൽ ചെയ്യില്ല എന്ന് നമുക്ക് വിചാരിക്കാം. കുറച്ചും കൂടെ അഗ്രസീവായിട്ട് പ്രൈസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പഞ്ച് EV, നെക്സോൺ EV, ഈവൻ വിൻസർ EV ആയിട്ട് വരെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. 2026-27 ഈ വണ്ടിയുടെ ലോഞ്ച് പറഞ്ഞിരിക്കുന്നത്. എനിവേ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം ഇതിനെപ്പറ്റി താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് കൂടെ തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.